ഹായ് PSC സൊല്യൂഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന 10th പ്രിലിമിനറി മെയിൻസ് എക്സാമിനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതായത് ഭരണഘടന നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിസ്കൗണ്ട് സൈമൺ ആണ്. ഇന്ത്യൻ ഭരണഘടന പ്രാഥമികമായൊരു സാമൂഹിക രേഖയാണെന്ന് വിലയിരുത്തിയത് ഗ്രാൻവിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ. ഗ്രാൻവിൻ ഓസ്റ്റിൻ. ഇന്ത്യൻ ഭരണഘടനയെ അഭിഭാഷകരുടെ സ്വർഗം, അതായത് ലോയേഴ്സ് പാരഡൈസ് എന്ന് വിളിച്ചത് ഐവർ ജെന്നിങ് ആണ്. ആരാണ്? ഐവർ ജെന്നിങ്. അടുത്തത്, ഒരു ക്വാസി ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ എന്ന് അഭിപ്രായപ്പെട്ടത് KC വെയർ ആണ്. KC വെയർ. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഫെഡറൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ലിഖിത ഭരണഘടന USA. സമവർത്തി പട്ടിക ഓസ്ട്രേലിയ ആണ് കേട്ടോ. മൗലിക ചുമതലകൾ മുൻ സോവിയറ്റ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ്. 1, 3, 4. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യത്തെ 5 വാക്കുകളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യത്തെ 5 വാക്കുകളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ ഒരേയൊരു പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ ഒരേയൊരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് നാനി പൽക്കിവാലയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ ഭരണഘടനാ ഭാഗങ്ങൾ പ്രതിപാദ്യ വിഷയങ്ങൾ ചുവടെ ചേർക്കുന്നു. ശരിയായ ജോഡികൾ ഏവ? ഭരണഘടനയുടെ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 2, 3, 4 ആണ്. അതായത് 9A മുനിസിപ്പാലിറ്റികൾ, 9B സഹകരണ സംഘങ്ങൾ, 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലെ 2ാമത്തെയും 3ാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ചത് ആക്ടിംഗ് രാഷ്ട്രപതിയായിരുന്ന BD ജെട്ടിയാണ് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദപ്രയോഗം മാറ്റി പകരം സാധുത കലാപം എന്ന പദപ്രയോഗം ഉൾപ്പെടുത്തിയത് 1978 44ാം ഭേദഗതി പ്രകാരമാണ്. അനുച്ഛേദം 358 പ്രകാരമാണ് വിദേശാക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19ാം അനുച്ഛേദത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും സ്വമേധയാ റദ്ദാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി ആണ് 2ഉം ശരി. അതായത് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ്. ഓപ്ഷൻ എ 1, 2, 3. അതായത് മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അതായത് 1ാമത്തെ പ്രസ്താവനയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കരടിലുണ്ടായിരുന്നത് 315 അനുച്ഛേദങ്ങളും 13 ഷെഡ്യൂളുകളും ആണ്. പ്രസ്താവന 2 ഭരണഘടനയിൽ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂളുകളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 92ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 8ാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഡോഗ്രി, ബോഡോ, സന്താളി, നേപ്പാളി, മൈഥിലി ഈ ഭാഷകൾ 92ാമത്തെ
ഭരണഘടനാ ഭേദഗതിയിലൂടെ 8ാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നവ? ഓപ്ഷൻ ഡി ആണ് 1, 2, 3. അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് 1, 2, 3, 4. അതായത് രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ സാമൂഹിക തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവിൻ ഓസ്റ്റിനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ അംബേദ്കർ ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങളെയും അഭിലാഷങ്ങളെയും പ്രകടന പത്രിക എന്ന് വിലയിരുത്തിയത് പ്രൊഫസർ കെ.സി. വെയറാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെ മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവയ്പ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ടി കൃഷ്ണമാചാരി. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, ദേശീയ പതാക സംബന്ധിച്ച അഡ്ഹോക്ക് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പ്രൊവിഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ.എം. മുൻഷി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1, 3, 4. അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്തത് കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243(k) 1 വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3, 4. അതായത് ലീഗൽ സർവീസ് അതോറിറ്റി 39A, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം 39D, വ്യവസായങ്ങളുടെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ആർട്ടിക്കിൾ 43A, പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം 49. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1 ഗവർണറെ നിയമിക്കും മുമ്പ് സംസ്ഥാന മുഖ്യമന്ത്രിയായും ഉപരാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ എന്നിവരുമായും പ്രധാനമന്ത്രി അഭിപ്രായം ആരായണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. പ്രസ്താവന 2 1983 നിയമിക്കപ്പെട്ട സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1988 ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. 2 പ്രസ്താവനകളും ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 1, 2, 3. അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം സദർഥ ഭവൻ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം നിർവാചൻ സദൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം CIC ഭവൻ. UPSCയുടെ ആസ്ഥാനം ബറോഡ ഹൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. UPSCയുടെ ആസ്ഥാനം ഏതാണ്? ധോൽപൂർ ഹൗസ് ആണ്. അതുപോലെ തന്നെ ബറോഡ ഹൗസ് എന്ന് പറയുന്നത് റെയിൽവേയുടെ ആസ്ഥാനമാണ് കേട്ടോ, റെയിൽവേയുടെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3, 4 ശരി. അതായത് സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 14 മുതൽ 18 വരെയുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങളിലാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 23ഉം 24ഉം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 29, 30 എന്നിവ. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1 രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ്. പ്രസ്താവന 2 രാഷ്ട്രപതിക്കെതിരായ ഇംപീച്ച്മെൻറ്റ് ആരംഭിക്കേണ്ടത് ലോകസഭയിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രസ്താവന 1 ശരി, രണ്ടാമത്തത് തെറ്റാണ്. അതായത് രാഷ്ട്രപതിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ് എന്നുള്ളത് ശരിയാണ്. രാഷ്ട്രപതിക്കെതിരായ ഇംപീച്ച്മെൻറ്റ് ആരംഭിക്കേണ്ടത് ലോകസഭയിലാണ് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ഇംപീച്ച്മെൻറ്റ് ആരംഭിക്കാം. അതായത് ലോകസഭയിലോ രാജ്യസഭയിലോ ഇംപീച്ച്മെൻറ്റ് ആരംഭിക്കാം.